ദുരന്തങ്ങളെ ആഘോഷമാക്കുന്ന കേരള മീഡിയ ചാനലുകളോട് കലികാലം കൈകോർത്ത് മത്സരത്തിനിറങ്ങിയെന്ന് തോന്നുമാറ് അർജുനൻ്റെ മൂട് കാണാൻ കഴിഞ്ഞ 14 പകലുകൾ പണിപ്പെട്ടിട്ട് കരയ്ക്കിരുന്ന് വള്ളം മുക്കി അവർക്കൊന്നും കിട്ടിയില്ല. വള്ളം മുങ്ങിയുമില്ല, അർജുനെ കണ്ടുമില്ല. പക്ഷേ സ്പോർട്സ് താരങ്ങളുടെ റണ്ണിങ് കമൻ്ററി പോലെ കമൻ്ററി പറഞ്ഞ് ജനത്തെ ചൊടിപ്പിച്ച് അവരുടെ TV ചാനലിൻ്റെ മുന്നിൽ കുത്തിയിരുത്തി മൂട് ചുടിയിക്കാൻ അവർക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു. അതിൻ്റെ കാശും അവർ കൊയ്തെടുത്തു. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നാവുന്ന കുതന്ത്രങ്ങളുടെ ഒരു വിശദീകരണമായിരുന്നു ആ പറച്ചിലെല്ലാം. അന്നേ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഞാനത് പൊതുവെ പറഞ്ഞില്ല. നേര് പറഞ്ഞാൽ അവൻ്റെ തല കാച്ചാനാ 100,000 വാളുകൾ ചുറ്റിനും. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. ദാ കിടക്കുന്ന പന്തിമുള്ളി ഇന്നലെ വെളുപ്പിനെ 2 മണിക്ക് വയനാട് മൊത്തം ഒഴുകിപ്പോയി. ആ ഒഴുക്കിൽ മീഡിയയ്ക്ക് ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ചെളിയിൽ ഒരുത്തിൽ അകപ്പെട്ട് കിടന്ന് എഴുന്നേക്ക മുട്ടി ആ കിടപ്പ് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു വിലപിച്ചു. ഞാൻ 20 മിനിറ്റിൽ കൂടുതൽ 30 മിനിറ്റിൽ കൂടുതൽ അവിടെ ഇരിക്കാനൊക്കത്തില്ല. കൊടും തണുപ്പത്ത് ആ ചെളിയിൽ. ആസ്മാരോഗമുണ്ട്. ഞാൻ ചത്തുപോകും. ഭയം കൊണ്ടും ഭീതി കൊണ്ടും മരണത്തോടുള്ള കൊതി കൊണ്ടുമൊക്കെ. അവന് ജീവിതത്തോടുള്ള കൊതി കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഇപ്പോഴും അതിൽ ചലനം സൂക്ഷിക്കുന്നത്. ഇതുവരെ ആരും അവനെ രക്ഷിക്കാൻ സൈന്യവും എത്തിയില്ല, ആരും എത്തിയില്ല. അവൻ്റെ ക്ലോസപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ദൂരേന്ന് സൂം ചെയ്ത് ചെല്ലുന്നു. ഒരു വട്ടത്തിൽ അവനെ കാണിക്കുന്നു. എത്ര നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലെ വിലാപം കുറേ നേരം ഏറ്റുവാങ്ങിയിട്ട് എന്നാൽ ഒരു എപ്പിസോഡ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുക. ഇതാരെയും കളിയാക്കാനല്ല. ഇനിയെങ്കിലും ഇവിടുത്തെ രാഷ്ട്രത്തോടൊരു ശകലം സ്നേഹമില്ലാത്ത, രാഷ്ട്രത്തിലെ ജനങ്ങളോട് ഒരു ലെവലേശ സ്നേഹമില്ലാത്ത, വീട്ടിലെ പാറ്റായോട് കാണിക്കുന്ന സ്നേഹം പോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ, ഭൂമിയിലെ രാജാക്കന്മാരെ, ഗാർഗിൽ കമ്മീഷൻ പറഞ്ഞതാ, നിങ്ങൾ മലയോരങ്ങൾ കേരളത്തിൻ്റെ സഹ്യരെ നിങ്ങൾ അനക്കരുതെന്ന്. പാറ പൊട്ടിച്ച് രാഷ്ട്രീയക്കാരൻ്റെ കാശിൻ്റെ ആർത്തി തീരാൻ വേണ്ടി ബിനാമികളെ കൊണ്ട് പാറയെല്ലാം വെടിപ്പിച്ച് സഖ്യനെ തെക്കേ അറ്റം മുതലങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ എല്ലാം ഇളക്കി വെച്ചേക്കുക. ഇളക്കരുത്. അതവിടെ ഇരുന്നേലേ ഇവിടെ മഴ കിട്ടത്തുള്ളൂ, കേരളം ആവത്തുള്ളൂ. കേരളം പൊന്ന് നാടാക്കുന്നത് ആ സഖ്യനാണ്. താഴത്തെ കടൽ മാത്രമല്ല, കടലെ നീരാവികളെ തടഞ്ഞു നിർത്തുന്ന ഈ മിടുക്കൻ സഖ്യനും കൂടാണ് കേരളത്തെ കേരളമാക്കുന്നത്. നിങ്ങൾ സഖ്യന് തുരമ്പക്കം വെക്കരുത്. പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പാറയാകെ ഇളക്കി വെച്ചേക്കുക. മലകളെ നിങ്ങൾ കുലുക്കി. ആ വയസ്സം പറഞ്ഞ് അരുത് ആര് കേൾക്കാൻ? ഇതിനെ പറ്റിയിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുണ്ടോ? വെള്ളത്തിലെ ആശാനും മറ്റേ ആശാനും ഒക്കെ പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്ത മോൻ്റവന്മാരാ 90%. അറിയാം, വാളിൻ്റെ മുനയിലൂടെ നടക്കാനറിയാം, വാളെടുത്ത് വീശിയിട്ട് തല വെട്ടാനറിയാം, 51 എണ്ണി വെട്ടിക്കാനും അറിയാം. അല്ലാതെ ഒന്നും അറിയത്തില്ല. രാജ്യഭരണം അറിയത്തില്ല, രാജ്യസ്നേഹം അറിയത്തില്ല. അവരെ ആര് കുറ്റം പറയുന്നു അവരുടെ എല്ലാം കഴുത്തറക്കാനുള്ള ആർത്തിയുമുണ്ട്, ദാഹവുമുണ്ട്. ഈ കാപാലികരുടെ കയ്യിലാണല്ലോ വോട്ടവകാശമുള്ള ഈ മൊണ്ണ ജനം ഭരണം വീണ്ടും കൊടുക്കുന്നത് എന്നോർക്കുമ്പോൾ വയനാടിനെ ഈ ആപത്തിലും തിരിഞ്ഞു നോക്കാത്ത, അവിടുത്തെ MP സ്ഥാനം ഒഴിഞ്ഞ് വയനാടിനെ തന്നെ നാഥനില്ലാതാക്കിയ നെഹ്റു കുടുംബത്തിലെ പാഴ്വിത്തിനെയൊക്കെ ഞാൻ അറിയാതെ ഒരു നേരം ഓർത്തു പോവുക. അവനെ ഓർക്കരുത്. ഓർത്താൽ എൻ്റെ മനസ്സ് വേദനിക്കും. ഓർമ്മയില്ലോമനിക്കാൻ നീ മതിയൻ മനിനീ മാതയെന്നും ഈ മനസ്സിൽ
എന്ന് മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് ഞാൻ പാടി, ഓർമ്മയിൽ ഓമനിക്കാൻ നീ മതിയമ്മേ എന്ന്. അന്നേരം എന്തിനായി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയും ഒക്കെ കയറി വരുന്നത്? ഇന്ത്യയെ ഈ പരുവമാക്കിയ ഗാർഗിൽ കമ്മീഷൻ മൈൻഡ് ചെയ്യാത്ത മക്കൾ രാഷ്ട്രീയം, രാഷ്ട്രീയക്കാരൻ്റെ മക്കൾ രാഷ്ട്രീയവും കുത്തക രാഷ്ട്രീയവും, വിദ്യാഭ്യാസമില്ലാത്തവനെ പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ഗുണ്ടാകളെ മാത്രം പാർട്ടിക്ക് മെമ്പർഷിപ്പ് ചേർത്ത് അവരെ MLA ആക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, എല്ലാ പാർട്ടിയുടെയും മാരകമായ ദീനമാണ്. ഗുണ്ടാകളാണ് ഭരണത്തിന് വന്നേക്കുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞാൽ തട്ടുന്നത്. നീതിമാനായ ഒരു പുരുഷൻ നീതിയുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് രാജ്യഭരണത്തിന് വന്നാൽ അവനെ കുറ്റം പറഞ്ഞാൽ ഉടനെ കഴുത്ത് തട്ടത്തില്ല. അങ്ങനെ അന്നേ രാമൻ സീതയെക്കുറിച്ച് പോക്കൃത്തരം പറഞ്ഞവനെ അന്നേരെ കൊല്ലേണ്ടതില്ലയോ? കൊല്ലുകയല്ലല്ലോ ചെയ്തത്. അവൻ പറഞ്ഞതിനകത്ത് ശരിയുണ്ട്. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ക്രിസ്തു ചോദിച്ചതുപോലെ രാമൻ അവനെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് അതിന് ആക്ഷൻ എടുത്തു. അവനെ കൊല്ലുകല്ലായിരുന്നു, പകരം സീതയെ കാട്ടിലയക്കുകയായിരുന്നു ചെയ്തത്. ജനപ്രീതി, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, ജനങ്ങളുടെ അഭിപ്രായം. ഇത് ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് എന്നെ രുചിക്കുന്നതല്ലയോ അഭിപ്രായം, വെട്ടവൻ്റെ തല, പിന്നെ അവനെ ഉന്മൂലനം ചെയ്യുക. ഇപ്പം വേണ്ട ഒരു മുസ്ലിം മോള്, അവളെ ഉള്ള കാര്യമല്ല തുറന്ന് പറയുന്നത്. എനിക്ക് അവളെ 100 ഇഷ്ടമാണ്. കാരണം അവൾ സത്യത്തിൻ്റെ പ്രവാചകയാണ്. അവൾ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത്. അയാൾ മന്ത്രിയല്ല, നാളെ മന്ത്രി അല്ലാതാവും. എന്തായാലും ആ മതത്തിൻ്റെ ശാസന അനുസരിച്ച് അദ്ദേഹത്തിന് വീണ്ടും കെട്ടാം. സഹജീവികളെല്ലാം ചെയ്യുന്നതാ. അവരുടെ കുടുംബത്തിൽ തന്നെ ഉപ്പുപ്പായും എല്ലാവരും എത്രയോ കെട്ടിയവരായിരിക്കാം. ഇദ്ദേഹവും വീണെ കെട്ടുമെന്ന് പറയുമ്പം അതിന് ആ പെണ്ണിനെ ഉടനെ ഇല്ലാതാക്കാനൊക്കത്തില്ല കേട്ടോ. പറഞ്ഞ സത്യമാണ്, അത് നടക്കാൻ പോകുന്നതാണ്. അവിടെ മുത്തലാഖ് അദ്ദേഹം മോദിജി നിർത്തിയില്ലായിരുന്നേലേ ആ കൊച്ചിന് മുത്തലാക്ക. ഇപ്പം കഷ്ടിച്ച് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തിയത് മോദിജിയാണ്. അല്ല, ഈ വർഗത്തിൽ പോയി കല്യാണം കഴിച്ചാൽ മുത്തലാഖല്ലയോ ഫലം? എന്തായാലും അനീതിയും അക്രമവും പെരുകി ധർമാധർമ്മ ബോധം മനുഷ്യനില്ലാതായി. ആ കാലഘട്ടത്തിൽ വള്ളത്തേലിരുന്ന് വെള്ളത്തിലിരുന്ന് ഇറങ്ങല്ല വെള്ളം മുക്കുന്നേ, കരയ്ക്കിരുന്ന് വെള്ളം മുക്കുന്ന ഈ മീഡിയക്കാരുടെ വെച്ചുവിളമ്പൽ സൽക്കാരത്തിന് പുതിയ വിഭവമായിട്ട് ഇപ്പോൾ 50-ലേറെ മരണമായെന്ന് കേൾക്കുന്നു. അത് 50 അല്ല, 80 അല്ല, 800 ആകാതിരിക്കട്ടെ. ഏതായാലും ഇനിയും അർജുനൻ്റെ പുറകെ ഉള്ള ക്യാമറ ഫിറ്റിങ് കംപ്ലീറ്റ് എടുത്ത് ഈ ഭാഗത്തോട്ട് കൊണ്ടുവന്നാൽ അവിടെ ഫിറ്റ് ചെയ്യാനൊന്നും സ്ഥലമില്ല. ഹെലികോപ്റ്റർ എല്ലാവനും ഓരോന്ന് വാടകയ്ക്ക് എടുക്കണം. 24 ആയാലും ഏഷ്യാനെറ്റ് ആയാലും ഏതവനായാലും ഹെലികോപ്റ്റർ ഓരോന്ന് സ്വന്തമായിട്ട് എടുക്കണം. എന്നിട്ട് മെളിയിന്ന് പിടിച്ച് ഞങ്ങളെ കാണിച്ചാട്ടെ. റണ്ണിങ് കമൻട്രി നിർത്തല്ലേ. നിങ്ങളുടെ കമൻട്രി കേൾക്കുമ്പോഴാണ് ഞങ്ങൾ കോരിത്തരിക്കുന്നത്. എന്തൊരു രസം! ഫുട്ബോൾ മാച്ചിനും ക്രിക്കറ്റിനും ഒക്കെ പറയുന്നത് പോലെ അത് ചില ചതുര വഴി പറയാൻ മിടുക്കന്മാരായിട്ട് ചില ജാതിക്കാരും ഉണ്ടല്ലോ. അയ്യോ, ഐ ഫീൽ പിറ്റി ഓൺ യു ഗൈസ്. യു സെലിബ്രേറ്റ് ദീസ് തിങ്സ്. നിങ്ങൾ മരണത്തെ പോലും സെലിബ്രേറ്റ് ചെയ്യുക, വിലാപത്തെ സെലിബ്രേറ്റ് ചെയ്യുക. യു ആർ സിക്ക്. ക്രിസ്തു പറഞ്ഞാൽ ശരി, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കബറടക്കട്ടെ. നിങ്ങൾ മരിച്ചവരാ. അതുകൊണ്ടാണ് ഈ മരണത്തോട് ഇത്ര ആക്രാന്തി. അത് ദുഃഖത്തോടൊന്ന് വിവരിക്കാൻ പോലും നിങ്ങൾക്ക് കണ്ണുനീരുമില്ല, ഗദ്ഗതവുമില്ല. അതും ആഘോഷപൂർവം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിളമ്പലിൻ്റെ സദസ്സ, ഇത്ര വ്യൂസിനെ കിട്ടാം, ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാക്കാം എന്നുള്ള ആഹ്ലാദ തിമിർപ്പ നിങ്ങളുടെ ഓരോ വൊക്കാബുലറിയിലും ഞാൻ കേൾക്കുന്നത്. നിങ്ങളുടെ ഈ പണക്കൊതി അല്ല മീഡിയയുടെ മനസാക്ഷി. നിങ്ങൾക്ക് ഏതായാലും ഈ പർട്ടിക്കുലർ കേസുകളിലൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്തായാലും മുല്ലപ്പെരിയാർ പൊട്ടും പറഞ്ഞിരിക്കുക. ഈ കാലഘട്ടത്തിൽ 2 കൊല്ലത്തിനകം പൊട്ടുമെന്നുള്ളതാണ് മലകളെ ഞങ്ങളെ മൂടുവീനെന്ന് വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മലകളെ ഞങ്ങളെ മൂടുവീനെന്ന് വിളിച്ചു പറയും ആളുകൾ. അത് വരിക. മുല്ലപ്പെരിയാറോട് ഈ കൂട്ടത്തിൽ ഒന്ന് അനങ്ങിയാൽ പിന്നെ 24ഉം ഇല്ല,
ഏഷ്യാനെറ്റുമില്ല, ജനവുമില്ല, ഓരോരുമില്ല, ജനമെല്ലാം ഒലിച്ചു പൊക്കോളും. ഇപ്പം ഇതിൻ്റെ അത്ര എണ്ണം ഒലിച്ചു പോയി, മൃതദേഹങ്ങൾ ഒലിച്ചു പോവുക. അവർക്ക് പിടിച്ചു എടുക്കാനൊക്കുന്നില്ല, ഇറങ്ങാനൊക്കുന്നില്ല, ചെളിയാ. അതാ പ്രകൃതി. പ്രകൃതിയുടെ മുന്നിലിരുന്ന് കണ്ണീരൊലിക്കേണ്ടതിന് പകരം മുതലക്കണ്ണീരൊഴിച്ച് കളിയാക്കിയാൽ പ്രകൃതി നിൻ്റെയൊക്കെ മറ്റേടത്ത് വേറെ ബോംബ് വെക്കും. ഭയത്തോടെ ജീവിക്കണടാ, ഭയത്തോടെ ജീവിക്കണേ. ഈശ്വര ചിന്ത അതില്ല. ശാശ്വതമായതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. കാശുണ്ടാക്കണം, ഏതിനേയും ആർഭാടമാക്കി, ഏതിനേയും ആഘോഷമാക്കി, അതിനെ ആഘോഷമാക്കി, ഇതിനെ ആഘോഷമാക്കി. അപ്പൻ ചത്താൽ ആഘോഷം, അമ്മ ചത്ത അതിനെക്കാട്ടി ആഘോഷം. ആഘോഷങ്ങൾ ഏതാണ് ആഘോഷിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഈ പാഴ് തലമുറയെ ഉപദേശിച്ച് നേരെയാക്കാനൊന്നും ഈ വയസ്സിന് പ്രാപ്തിയില്ല. എന്നാലും ഒക്കാത്ത പോട്ടിൽ ഒരു കൊട്ടയാപ്പ് എന്ന് പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു പോയതാന്നേ. ക്ഷമിച്ചാട്ട്, മാപ്പ് മാപ്പ് മാപ്പ്.